ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ക്യാരറ്റും മാങ്ങായും കൂടെ ഒരു അച്ചാറിടാൻ പോകും. മുളക് പൊടി ചേർക്കാതെ എണ്ണ നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കായമിട്ടു, ഉലുവായിട്ടു. ഇത് ഞാൻ കാന്താരി മുളക്, വീട്ടിൽ നിന്ന് കാന്താരി മുളക് ഉണ്ടായിരുന്നു. കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് അതിലങ്ങ് പിടിക്കും. പ്രത്യേകിച്ച് താമസിക്കത്തില്ലേ പിടിക്കാൻ. ഒന്ന് ചതച്ചെടുത്തതാണ്. കാന്താരിയാണ്. കാന്താരിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ. ഇത് നമ്മൾ മുളക് പൊടി ചേർക്കാത്ത ഇതൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മുടെ രീതിയിലൊന്ന് ചെയ്യുക. ഓക്കെ, ഒന്ന് മൂക്കട്ടെ, ആ പച്ചയൊക്കെ ഒന്ന് മാറും. കട്ടക്കായ അലിയാൻ താമസമാണെങ്കിലും കട്ടക്കായമാണ് നല്ലത് പൊടിയേക്കാളും. നല്ലെണ്ണയാണ്. പച്ചമുളക് പറഞ്ഞ് ഞാൻ കാന്താരി അരിഞ്ഞിട്ടും ചതച്ചത് കേട്ടോ. ഒന്ന് വെന്തോട്ട്, എല്ലാം നീളത്തിലരിയുവാണേ. പിന്നെ മാങ്ങ ഇടാം. എല്ലായിടത്തും മാങ്ങയൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഇഷ്ടംപോലെ അച്ചാറൊക്കെ ഇടാം. മാങ്ങ ഉണ്ട്. ഈ കണ്ണിമാങ്ങ വാങ്ങിച്ചിട്ട് അച്ചാറൊക്കെ. ഇപ്പോൾ വീട്ടിൽ കണ്ണിമാങ്ങ ആയെങ്കിൽ വീട്ടിലിടണം. ഉപ്പ്, കല്ലുപ്പ് ഇടുക. ഇതൊന്ന് വാടണം. വാടിയിട്ട് മാങ്ങ ഇടാൻ നോക്കും. ഇച്ചിരി കട്ടി കൂടുതലല്ലേ ക്യാരറ്റിന്. ഇനി മാങ്ങയും കൂടെ ഇടുവാണേ. മാങ്ങ അധികം വേവിക്കണ്ട. ഇച്ചിരി വിനാഗിരി ഒഴിക്കാൻ പോവാണേ. വിനാഗിരി ഒഴിക്കുമ്പോൾ ഇതിന് മാങ്ങ എല്ലാം അങ്ങ് കട്ടി കുറയും. കായോ അരിഞ്ഞോളൂ. ശകലം തിളച്ച വെള്ളം കൂടെ, ഇച്ചിരി ചാറ് വേണമെങ്കിൽ. ഓക്കെ, ഇച്ചിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. അപ്പം ക്യാരറ്റ് മാങ്ങ അച്ചാറ് തയ്യാറായി. ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ടൊരു ലൈക്കും ഒക്കെ തരണം. ഓക്കേ, ശകലം ഒന്ന് തിളച്ചോട്ടെ. എല്ലാം റെഡിയായി. അച്ചാറ് റെഡിയായി കേട്ടോ. മുളക് പൊടി ഇല്ലാതെ കാന്താരിയുടെ അരച്ചപ്പോൾ കാന്താരിയുടെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. ചെയ്യാത്തവർ എന്നിട്ട് ലൈക്കും ഒക്കെ തരണം. ഓക്കേ.